എല്ലാവർക്കും നമസ്കാരം. മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ ചിത്രത്തിനെ സംബന്ധിച്ച് ഇന്ന് ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറാൻ ഒരുങ്ങുകയാണ്. 10 ദിവസങ്ങൾ തിയേറ്ററുകളിൽ വിജയകരമായി പൂർത്തീകരിച്ച് മാർക്കോ ഇന്ന് 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാർക്കോയുടെ ഹിന്ദി പതിപ്പ് 11ാം ദിവസം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത് 1000-ന് മുകളിലുള്ള ഷോകളാണ്. ഇന്നലെ 10ാം ദിവസം ബുക്ക് മൈ ഷോയുടെ മാത്രം വിറ്റുപോയത് ഏകദേശം 68,000-ൽ പരം ടിക്കറ്റുകളാണ്. മാർക്കോയുടെ 10ാം ദിവസമായ 2ാം ഞായറാഴ്ച ഹിന്ദിയിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് മാർക്കോ. അമ്മാതിരി കളക്ഷനാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇന്നലെ സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ 7 ദിവസങ്ങൾ റിലീസ് ചെയ്ത് ആദ്യ 7 ദിവസങ്ങൾ ഹിന്ദി പതിപ്പ് മാത്രം സ്വന്തമാക്കിയത് 25 ലക്ഷം രൂപ മാത്രമായിരുന്നു. എന്നാൽ 8ാം ദിവസം മുതൽ ചിത്രത്തിന്റെ കളി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 8ാം ദിവസം 29 ലക്ഷം രൂപയും 9ാം ദിവസം 70 ലക്ഷം രൂപയും ചിത്രത്തിന്റെ 10ാം ദിവസം 1.5 കോടി 2 കോടി റേഞ്ചിലാണ് ചിത്രം ഹിന്ദി ബോക്സ് ഓഫീസിലും നേടിയിരിക്കുന്നത്. മാർക്കോയുടെ ഹോം സ്റ്റേറ്റ് ആയ കേരളത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇന്നലെ അവിടെ വന്നത്. റിലീസ് ചെയ്ത ആദ്യ ദിവസം 35 സ്ക്രീനിൽ മാത്രമാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത്. പിന്നീട് 7 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് 140 ആയി. 8ാം ദിവസം 200-ന് മുകളിലും 9ാം ദിവസം 300-ന് മുകളിലും 10ാം ദിവസം അത് 600-ന് മുകളിലുമായി. ഇപ്പോഴത്തെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ചിത്രത്തിന് 1000-ന് മുകളിലുള്ള ഷോകൾ ഇന്ന് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ എവിടേക്ക് എങ്ങനെയൊക്കെയാണ് ഷോ കൗണ്ടുകൾ പോകുന്നത് നമുക്ക് നോക്കാം. ഡൽഹിയിൽ 145 ഷോയും സൂറത്തിൽ 61 ഷോയും മുംബൈയിൽ 56 ഷോയും അഹമ്മദാബാദിൽ 53 ഷോയും ഹൈദരാബാദിൽ 32 ഷോയും ലക്നൌവിൽ 27 ഷോയും പൂനെയിൽ 20 ഷോയും ജയ്പൂരിൽ 14 ഷോയും കൊൽക്കത്തയിൽ 10 ഷോയും നാഗ്പൂരിൽ 8 ഷോയും മറ്റു റെസ്റ്റ് ഓഫ് സ്ഥലങ്ങളിൽ 43 ഷോയുമാണ് ചിത്രം കളിക്കാൻ പോകുന്നത്. ഒരു ഒറ്റ ദിവസങ്ങൾ കൊണ്ട് ഇത്രയും അധികം ഷോ കൗണ്ടുകൾ വർദ്ധിക്കണമെങ്കിൽ ആ സിനിമയുടെ പ്രേക്ഷക ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യ 9 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം 1 കോടി 24 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. എന്നാൽ ചിത്രത്തിന്റെ 10ാം ദിവസത്തെ കളക്ഷൻ കൂടി വരുന്നതോടുകൂടി തന്നെ ചിത്രം ഏകദേശം 3 കോടിക്ക് മുകളിലുള്ള ഒരു ടോട്ടൽ കളക്ഷൻ ആയിരിക്കും സ്വന്തമാക്കാൻ പോകുന്നത്. എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.